സർ, സൊഹ്റാൻ മംദാനി ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥിയാണല്ലോ. മൂപ്പർക്കെതിരെ നേരത്തെ വളരെയധികം ആരോപണങ്ങൾ വന്നിരുന്നു. ഇപ്പോ വിദേശ ഫണ്ട് ഒരുപാട് വന്നിരിക്കുന്നു എന്ന പേരിൽ ഉള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. അത് സത്യമാണോ? അതെ, 170 സംഭാവനകൾ സൊഹ്റാൻ മംദാനിക്ക് വിദേശത്ത് നിന്ന് വന്നു എന്നുള്ളതാണ്. അപ്പൊ അമേരിക്കയിലെ നിയമപ്രകാരം, ഫെഡറൽ ഇലക്ഷൻ ലോസ് പ്രകാരം അവിടുത്തെ പൗരന്മാരുടെ അവിടെ പ്രത്യേക സംവിധാനമൊക്കെ ഉണ്ട്. അതിന് പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി PAC എന്ന് പറഞ്ഞിട്ട് ഈ ക്യാമ്പയിന് വേണ്ടി ഒരു കമ്മിറ്റി, ഫണ്ട് കൈകാര്യം ചെയ്യാനും ഒക്കെ ഈ പാർട്ടികൾക്ക് ഉണ്ടാവും. അവരാണ് ആ ക്യാമ്പയിന് വേണ്ടിയിട്ടുള്ള പൈസയൊക്കെ ശേഖരിക്കുന്നത്. അമേരിക്കൻ പൗരന്മാരുടെ കയ്യിൽ നിന്ന് മാത്രമേ സംഭാവനകൾ സ്വീകരിക്കാവൂ. അതാണ് ചട്ടം. അപ്പോഴാണ് ഈ 170 സംഭാവന വിദേശത്ത് നിന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ സംഭാവന നൽകിയവരിൽ ഒരാൾ സൊഹ്റാൻ മംദാനിയുടെ ദുബായിലുള്ള അമ്മായിയമ്മയാണ് എന്നും വിവരമുണ്ട്. അവർ ദുബായില് പീഡിയാട്രീഷ്യനാണ്. അപ്പോ ഈ $13,000 ഇങ്ങനെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളിൽ കാണുന്നത്. പ്രത്യേകിച്ച് ന്യൂയോർക്ക് പോസ്റ്റാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 11 ലക്ഷം രൂപ വരും അത്. അപ്പോൾ തിരിച്ചു കൊടുക്കാം എന്ന് പറയുന്നുണ്ട്. ഇത് ഇത്രയും സമയമായിട്ടും തിരിച്ചു കൊടുത്തിട്ടില്ല ഈ വന്ന സംഭാവനകൾ. ഇങ്ങനെ വിദേശത്ത് നിന്നൊക്കെ കിട്ടിയാൽ അത് സ്വീകരിക്കരുത്, തിരിച്ചു കൊടുക്കണം എന്നാണ് നിയമം. അപ്പോൾ അമ്മായിയമ്മയുടേത് തിരിച്ചു കൊടുത്തു എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള ചിലതാണ് കൊടുക്കാതെ വന്നിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റി മറ്റേ ഫിനാൻസ് ബോർഡ് അതാണ് ഇതൊക്കെ നോക്കുന്നത്. അമേരിക്കയ്ക്ക് പുറത്തെ വിലാസത്തിൽ നിന്ന് 170 എണ്ണം വന്നു എന്നാണ് അവര് കണക്ക് പറയുന്നത്. ന്യൂയോർക്ക് സിറ്റി ക്യാമ്പയിൻ ഫിനാൻസ് ബോർഡ് പറയുന്നത്. അവരുടെ കണക്കനുസരിച്ചിട്ടാണ് ന്യൂയോർക്ക് പോസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമേരിക്കൻ പൗരന്മാര് അല്ലെങ്കിൽ അമേരിക്കയിൽ സ്ഥിരം റെസിഡൻസ് പെർമിറ്റില്ലേ, സ്ഥിരം താമസക്കാരായവര് മാത്രമേ സംഭാവന ചെയ്യാവൂ. വിദേശത്ത് നിന്നുള്ള സംഭാവനകൾ സമയത്ത് മടക്കിയില്ല എങ്കിൽ പിഴ ശിക്ഷയുണ്ട്. പിഴ അടക്കേണ്ടി വരും. അതാണ് 88 എണ്ണം ഇതുവരെ മടക്കിയിട്ടില്ല എന്നാണ് ന്യൂയോർക്ക് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ കാണുന്നത്. അപ്പോൾ അത് $7,190 വരും, 6 ലക്ഷം രൂപ. അത് മടക്കിയിട്ടില്ല. ഈ മടക്കാതെ കയ്യിൽ വെച്ചാലും പലിശ കിട്ടും ഇല്ലേ, കുറച്ച് നാളത്തേക്ക് കിട്ടും. സർ, അപ്പൊ അവിടെ ഇങ്ങനെ ഇത്രയും അധികം ഫണ്ട് വന്നിരിക്കുകയല്ലേ, അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സ്ഥാനാർത്ഥിത്വം പോവത്തൊന്നുമില്ല, ഈ പിഴ മാത്രം ഒടുക്കിയാൽ മതിയാവും? അതൊക്കെ മതി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇതൊരു വിവാദമായിട്ട് വരികയാണല്ലോ. വിദേശത്ത് നിന്ന് സംഭാവന വന്നിരിക്കുന്നു, അപ്പൊ ഇത് ആരുടെ സംഭാവനയാണ് എന്നൊക്കെ ഉള്ളതാണല്ലോ പ്രശ്നം വരുന്നത്. ഇയാളെന്താന്ന് വെച്ചാൽ അത്യാവശ്യം വർഗീയതയൊക്കെ പറയുന്ന ഒരാളാണല്ലോ, ഇസ്ലാമിക വർഗീയത. അപ്പൊ ആരാണ്, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നൊക്കെ എന്നുള്ളതാണ്, ഈ ഇസ്ലാമിക ഫണ്ടാണോ, ഇതൊക്കെ കൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ വരുന്നതും ആളുകൾ ചൂഞ്ഞു നോക്കുന്നത്. അപ്പോ ഈ 4 മില്യൺ, ഇതിപ്പോ വിദേശ സംഭാവനയാണല്ലോ, $4 മില്യൺ ഈ സ്വകാര്യ ആളുകളിൽ നിന്ന് ഈ ക്യാമ്പയിന് അമേരിക്കയിൽ നിന്ന് തന്നെ പിരിച്ച് എടുത്തിട്ടുണ്ട്. അത് 35 കോടി രൂപ വരും. അതുപോലെ $12.7 മില്യൺ ഈ പബ്ലിക് ട്രസ്റ്റുകള് അങ്ങനത്തെ ഫണ്ടുകളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അത് 112 കോടി രൂപ വരും. അത് അപ്പൊ 112 35 147 കോടി രൂപ അല്ലേ വേറെ അവിടെ നിന്ന് തന്നെ, അമേരിക്കയിൽ നിന്ന് തന്നെ സംഭാവന പിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇപ്പോ ബാക്കി ഫണ്ട് $6.1 മില്യൺ ബാക്കി കിടപ്പുണ്ട്. ചെലവാക്കിയ ശേഷം 50 കോടി രൂപ. മോശമല്ല. അപ്പോ ഈ റിപ്പബ്ലിക്കൻ മേയർ സ്ഥാനാർത്ഥി കർട്ടിസ് സ്ലിവായ് ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കർട്ടിസ് സ്ലിവായ് റിപ്പബ്ലിക്കൻ മേയർ സ്ഥാനാർത്ഥി പറഞ്ഞിരിക്കുന്നത് പുകയുള്ളിടത്ത് തീയും ഉണ്ടാവും എന്നാണ്. അപ്പോ കൂടുതൽ ഇതിൻ്റെ അകത്ത് സംഗതികൾ കാണും എന്നാണ് അങ്ങേര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2 മാസം മുമ്പ് ഈ റിപ്പബ്ലിക്കൻ മേയർ സ്ഥാനാർത്ഥി ഇയാള്
മംദാനി ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയാണല്ലോ. അപ്പോൾ റിപ്പബ്ലിക്കൻ മേയർ സ്ഥാനാർത്ഥി കർട്ടിസ് ലിവായ് 2 മാസം മുമ്പ് തന്നെ നീതിന്യായ വകുപ്പിനോട്, അമേരിക്കയിലെ നീതിന്യായ വകുപ്പിനോട് ഡാർക്ക് മണി ഇയാളുടെ സംഭാവനയായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സംശയാസ്പദമായ കള്ളപ്പണോ എന്തൊക്കെയോ വന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ് 2 മാസം മുമ്പേ. വിദേശ പൗരന്മാരിൽ നിന്ന് പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി ഇയാളുടെ PAC സംഭാവനകൾ സ്വീകരിച്ചു എന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി 2 മാസം മുമ്പ് തന്നെ ആരോപണം ഉന്നയിച്ചു. ഇത് ശരിയാണ് എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. അപ്പോൾ ഈ തിരിച്ചു കൊടുത്ത പണത്തില് $500 ഈ ഭാര്യ ദുർദാരി കൊടുത്തതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ $500 ഭാര്യ ദുർദാരി എന്ന് പറയുന്നതാണ് അമ്മായിയമ്മ ദുബായിലെ. പേരാണ്. അതെ. അപ്പൊ ദുബായിലെ ഒരു പീഡിയാട്രീഷ്യനാണ്. ഈ സൊറാൻ മംദാനി മറ്റേ മീര നയ്യാരുടെ മകനാണല്ലോ. മിസിസിപ്പി മസാല, മില്യൺ ഡോൾ, മറ്റേ സ്ലം ഡോഗ് മില്യണയർ, അതൊക്കെ സംവിധാനം ചെയ്ത മീര നയ്യാറുടെ അവരുടെ ഭർത്താവും മുസ്ലിമാണ്, പുറത്തു നിന്നുള്ള ആഫ്രിക്കൻ മുസ്ലിമാണ്. അപ്പോൾ അങ്ങനെ ദുബായിൽ അവർ പീഡിയാട്രീഷ്യൻ, ഈ അമ്മായിയമ്മ വിവാഹമൊക്കെ കഴിഞ്ഞത് ഇയാളുടെ അടുത്ത കാലത്താണ്. അപ്പോൾ ജൂൺ മുതൽ പണത്തിന്റെ പ്രവാഹമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഡെമോക്രാറ്റിക് പ്രൈമറിക്ക് മുമ്പ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൃത്യമായിട്ട് ആരായിരിക്കും എന്നൊക്കെ അറിയുന്ന സമയത്തിന് മുമ്പ്. അപ്പോൾ മേയർ, ഇപ്പോൾ നിലവിലുള്ള ഈ മേയർ എറിക് ആഡംസിനെയാണ് ഇയാള് ആ പ്രൈമറിയിൽ തോൽപ്പിച്ചത്. പിന്നെ മുൻ ഗവർണർ ആൻഡ്രൂ കുവോമോയെ തോൽപ്പിച്ചു ഈ മേയർ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇയാൾക്ക് സംഭാവന ചെയ്തിട്ടുള്ളത് ഈ ടെക്കികള്, പിന്നെ ഡോക്ടർമാര്, പ്രൊഫസർമാര്, പെൻഷൻകാരൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. $1 മുതൽ $2100 വരെ ആണ് അവർ സംഭാവന ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ജെയിംസ് ഫർലാൻഡ് ഇയാൾക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ടാസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ് ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. $2100 ഈ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ടാസ്മാനിയയിൽ നിന്ന് സംഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂയോർക്കിന് പുറത്തു നിന്നാണ് കൂടുതലും സംഭാവനകൾ വന്നിരിക്കുന്നത്, അമേരിക്കയിൽ നിന്ന് തന്നെ, ന്യൂയോർക്കിന് പുറത്തു നിന്ന്. ഇയാൾ ന്യൂയോർക്ക് മേയർ സ്ഥാനാർത്ഥി, പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത് 1.05 മില്യൺ സംഭാവനകളായിട്ട് വന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. കുവോമോ റേസ് ചെയ്തത്, കുവോമോയ്ക്ക് ആകെ കിട്ടിയിരിക്കുന്നത് $5,07,000 ആണ് കുവോമോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പല മടങ്ങാണ് മംദാനിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മേയർ തെരഞ്ഞെടുപ്പിൻ്റെ അഭിപ്രായ സർവേയിലൊക്കെ 20 പോയിന്റ് മുന്നിലാണ്. അയാൾ മേയറാവും എന്നുള്ള അവസ്ഥയുണ്ട്. ഈ കറുത്ത വർഗക്കാര്, സ്പാനിഷ് ആയ ആളുകള്, ഏഷ്യക്കാര് ഒക്കെ കൂടുതലും ഇയാൾക്ക് വോട്ട് ചെയ്യുന്നതാണ് കണക്കാക്കുന്നത്. നവംബർ 4 ആണ് തെരഞ്ഞെടുപ്പ്. അപ്പൊ ഇയാള് ഇതിനു മുമ്പ് നമ്മുടെ ഈ കേരളത്തിലൊക്കെ നടപ്പാക്കിയിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ, ബസ്സിൽ സൗജന്യ യാത്ര, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമൊക്കെ. ഇയാള് കഴിഞ്ഞ കൊല്ലം മറ്റേ മേയർ ആര്യ രാജേന്ദ്രനില്ലേ തിരുവനന്തപുരത്ത്, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെ മേയറായി എന്നൊക്കെ പറഞ്ഞ് ഇവരെ അഭിനന്ദിച്ചൊരു പോസ്റ്റൊക്കെ ഇയാൾ ഷെയർ ചെയ്തിരുന്നൊക്കെ നേരത്തെ വാർത്തയായിട്ട് വന്നിരുന്നു. അപ്പോൾ ശകലം ഇടതുപക്ഷ ചായവും ഒക്കെ ഉള്ള ആളാണ് മംദാനി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.